നമ്മുടെ സകല ചിന്തകളെയും, നമ്മുടെ സകല നിരൂപണങ്ങളെയും, നമ്മുടെ ഓരോ ചലനങ്ങളെയും വളരെ കൃത്യമായി തിരിച്ചറിയുന്നവനാണ് നമ്മുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് എത്രത്തോളമാണ്? നിങ്ങളുടെ അറിവ് ദൈവത്തിൻ്റെ പൂർണ്ണത തിരിച്ചറിയുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സന്ദേശം കേൾക്കണം. 139 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ഒക്കെയും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല ചിന്തകളെയും, നമ്മുടെ സകല നിരൂപണങ്ങളെയും, നമ്മുടെ ഓരോ ചലനങ്ങളെയും വളരെ കൃത്യമായി തിരിച്ചറിയുന്നവനാണ് നമ്മുടെ ദൈവം. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെപ്പറ്റിയും നാം മനസ്സിലാക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയുന്നവനാണ് ദൈവം എന്നുള്ള ആ അറിവിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഏറ്റവും ചെറിയ ചിന്തകളും ഏറ്റവും ചെറിയ ചലനങ്ങളും, നാം ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും വ്യക്തമായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണമെല്ലാം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. അതുകൊണ്ട് ഇത്ര ഭയങ്കരനായ, ഇത്ര വലിയവനായ ദൈവത്തെ നാം എത്രത്തോളം ഭയപ്പെടണം, നാം എത്രത്തോളം അറിയണം, നാം എത്രത്തോളം ആദരിക്കണം. ആ ദൈവത്തെ ഭയപ്പെട്ട് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.